Hello guys, welcome back to our channel. So ഇന്ന് നമ്മൾ എടുക്കുന്നത് ചാപ്റ്റർ 7 ഡിസീസസ് ഓഫ് ദ ഐ ആൻഡ് അഡ്നെക്സി ആണ്. ഇത് വരുന്നത് എച്ച് കാറ്റഗറിയിൽ H00 തൊട്ട് H59 വരെയാണ്. H60 തൊട്ട് തുടങ്ങുന്നത് ഇയറിൻ്റെതാണ്. സോ നമ്മൾ നോക്കുന്നത് ഗ്ലൂക്കോമയാണ്. ഗ്ലൂക്കോമ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഐ ഡിസീസ് that causes visual losses and blindness by damaging optic nerve usually due to ഹൈ ഇൻട്രാക്കുലർ പ്രഷർ. അതായത് ഹൈ പ്രഷർ കാരണം ഒപ്റ്റിക് നെർവിൽ ഡാമേജ് സംഭവിക്കുകയും അത് കാരണം വിഷ്വൽ ലോസ് അല്ലെങ്കിൽ ബ്ലൈൻഡ്നെസ് ഉണ്ടാക്കുകയും ചെയ്യുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഗ്ലൂക്കോമ എന്ന് പറയുന്നത്. ഈ ഗ്ലൂക്കോമ വരുന്നത് കാറ്റഗറി H40യിലാണ്. H40 അണ്ടറിൽ തന്നെ ഒരുപാട് സബ് കാറ്റഗറീസ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഗ്ലൂക്കോമ കോഴ്സ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. അതിൽ ആദ്യം വരുന്നതാണ് ടൈപ്പ് ഓഫ് ഗ്ലൂക്കോമ, ദെൻ ലാറ്ററാലിറ്റി, ദെൻ സ്റ്റേജ് ഓഫ് ഗ്ലൂക്കോമ. അപ്പം ടൈപ്പ് ഓഫ് ഗ്ലൂക്കോമ എന്ന് പറഞ്ഞാൽ അത് ഏത് ടൈപ്പിലുള്ള ഗ്ലൂക്കോമയാണെന്നുള്ളത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. അതായത് നമുക്കറിയാം ഗ്ലൂക്കോമയിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പിഗ്മെന്റഡ് ടൈപ്പ് ഗ്ലൂക്കോമ ഉണ്ട്, ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ ഉണ്ട്. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഗ്ലൂക്കോമകളാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ലാറ്ററാലിറ്റി ആണ്. ലാറ്ററാലിറ്റി എന്ന് പറഞ്ഞാൽ സൈഡ്സിനെയാണ് നമ്മൾ ലാറ്ററാലിറ്റി എന്ന് പറയുന്നത്. അതായത് ലെഫ്റ്റ് സൈഡ് ആണോ റൈറ്റ് സൈഡ് ആണോ, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഗ്ലൂക്കോമ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ബൈലാറ്ററൽ എന്നാണ് പറയുന്നത്. സോ ബോത്ത് സൈഡ്സിനെയാണ് നമ്മൾ ബൈലാറ്ററൽ എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം ടൈപ്പ് ഗ്ലൂക്കോമ, അതായത് ഏത് ടൈപ്പ് ഗ്ലൂക്കോമയാണെന്നുള്ളത് നോക്കണം. ദെൻ അത് ഏത് സൈഡിലും ലാറ്ററാലിറ്റി നമ്മൾ നോക്കണം. മൂന്നാമത്തേതാണ് സ്റ്റേജ് ഓഫ് ഗ്ലൂക്കോമ. സ്റ്റേജ് ഓഫ് ഗ്ലൂക്കോമയിൽ വരുന്നതാണ് മൈൽഡ് സ്റ്റേജ് ആണോ, മോഡറേറ്റ് സ്റ്റേജ് ആണോ, അതുപോലെ സിവിയർ സ്റ്റേജ് ആണോ, ഇൻഡിറ്റർമിനന്റ് സ്റ്റേജ് ആണോ, അൺസ്പെസിഫൈഡ് സ്റ്റേജ്. അൺസ്പെസിഫൈഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റാത്ത സ്റ്റേജിനെയാണ് നമ്മൾ അൺസ്പെസിഫൈഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഗ്ലൂക്കോമ കോഴ്സ് എടുക്കുമ്പോൾ ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഏത് ടൈപ്പാണെന്ന് നോക്കണം, പിന്നെ അത് ഏത് സൈഡിലാണെന്നുള്ളത് നോക്കണം, പിന്നെ അത് മൈൽഡ് സ്റ്റേജിലാണോ, മോഡറേറ്റ് സ്റ്റേജിലാണോ, സിവിയർ സ്റ്റേജിലാണോ എന്നൊക്കെ നോക്കണം. ഇത്രയാണ് നമ്മൾ ഗ്ലൂക്കോമ കോഴ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. പിഗ്മെന്ററി ഗ്ലൂക്കോമ, റൈറ്റ് സൈഡ്, മൈൽഡ് സ്റ്റേജ്. സോ ഇവിടെ പിഗ്മെന്ററി ഗ്ലൂക്കോമ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് ഐയിലാണ്, മൈൽഡ് സ്റ്റേജ് ആണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ ടൈപ്പ് ഓഫ് ഗ്ലൂക്കോമ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ലാറ്ററാലിറ്റി പറഞ്ഞിട്ടുണ്ട്, സ്റ്റേജ് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കോഡ് എടുക്കണം. കോഡ് എടുക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. നമ്മൾ പറഞ്ഞ ഗ്ലൂക്കോമയുടെ കോഡ് വരുന്നത് H40 കാറ്റഗറിയിലാണ്. നമ്മൾ H40 കാറ്റഗറിയിൽ പോയിട്ട് പിഗ്മെന്ററി ഗ്ലൂക്കോമ നോക്കണം. അപ്പം പേജ് നമ്പർ 647 പിഗ്മെന്ററി ഗ്ലൂക്കോമ കൊടുത്തിട്ടുണ്ട്. സോ പിഗ്മെന്ററി ഗ്ലൂക്കോമയിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ റൈറ്റ് ഐ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ റൈറ്റ് ഐയുടെ കോഡ് വന്നിട്ടുള്ളത് H40.131 എന്നുള്ളതാണ്. അപ്പൊ ഇതുവരെ കിട്ടിയില്ലേ നമുക്ക് പിഗ്മെന്ററി ഗ്ലൂക്കോമ റൈറ്റ് ഐയുടെ കോഡ് H40.131. ഇനി സ്റ്റേജ് ഏതെന്ന് നോക്കണം. അപ്പം ടെക്സ്റ്റ് ബുക്കിൽ ഓരോ സ്റ്റേജ് കൊടുത്തിട്ടുണ്ട്. 0 വരുന്നത് സ്റ്റേജ് അൺസ്പെസിഫൈഡ് ആണ്, 1 വരുന്നത് മൈൽഡ് സ്റ്റേജ് ആണ്, 2 വരുന്നത് മോഡറേറ്റ് സ്റ്റേജ്, 3 വരുന്നത് സിവിയർ സ്റ്റേജ്, 4 വരുന്നത് ഇൻഡിറ്റർമിനേറ്റ് സ്റ്റേജ്. അപ്പൊ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് മൈൽഡ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മൈൽഡ് സ്റ്റേജിന്റെ 1 കൂടെ 7th ക്യാരക്ടർ ആയിട്ട് കൊടുക്കും. അപ്പൊ നമുക്കറിയാം ഒരു കോഡില് മാക്സിമം 7 ക്യാരക്ടർ ആണ് വേണ്ടതെന്നുള്ളത്. അപ്പൊ ഇവിടെ
സിക്സ്ത് ക്യാരക്ടറായിട്ട് വന്നിട്ടുള്ളത് ലാറ്ററാലിറ്റിയാണ്. അതുപോലെ സെവൻത് ക്യാരക്ടർ സ്റ്റേജുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ കോഡ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇൻഡിറ്റർമിനേറ്റ് സ്റ്റേജും അൺസ്പെസിഫൈഡ് സ്റ്റേജ് എന്താണെന്ന് നോക്കാം. ഇൻഡിറ്റർമിനേറ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ ക്ലിനിക്കലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്ത സ്റ്റേജിനെയാണ് നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് സ്റ്റേജ് cannot be clinically determined. Then രണ്ടാമത്തേത് അൺസ്പെസിഫൈഡ് സ്റ്റേജ്. അൺസ്പെസിഫൈഡ് സ്റ്റേജ് എന്ന് വെച്ചാൽ ആ ഒരു സ്റ്റേജിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് അൺസ്പെസിഫൈഡ് സ്റ്റേജ്. അതായത് നോ ഇൻഫോർമേഷൻ regarding the stage of glaucoma. ഗ്ലൂക്കോമയുടെ കേസ് പറഞ്ഞിട്ട് ഗ്ലൂക്കോമ കൊടുക്കുക. സോ ഇൻഡിറ്റർമിനേറ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ whose stage cannot be clinically determined. അൺസ്പെസിഫൈഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നോ ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ദ സ്റ്റേജ് ഓഫ് ഗ്ലൂക്കോമ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ ഗൈഡ് ലൈൻസ് നോക്കാം. അതിൽ ആദ്യത്തെ ഗൈഡ് ലൈൻ ആണ് ബൈലാറ്ററൽ ഗ്ലൂക്കോമ വിത്ത് സെയിം ടൈപ്പ് ആൻഡ് സെയിം സ്റ്റേജ് assign only code bilateral with seventh character. അതായത് സെയിം ടൈപ്പും സെയിം സ്റ്റേജും ആണെങ്കിൽ ബൈലാറ്ററൽ എന്ന ഒറ്റ കോഡായിട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. സെവൻത് ക്യാരക്ടർ ആയിട്ടുള്ള ബൈലാറ്ററൽ ഒറ്റ കോഡായിട്ട് കൊടുക്കണം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒരു പേഷ്യന്റ് അയാൾക്ക് ലെഫ്റ്റ് ഐയില് പിഗ്മെന്ററി ഗ്ലൂക്കോമ മൈൽഡ് സ്റ്റേജ് ആണ്. അതുപോലെ തന്നെ റൈറ്റ് ഐയില് പിഗ്മെന്ററി ഗ്ലൂക്കോമ മൈൽഡ് സ്റ്റേജ് ആണ്. സോ ഇവിടെ നോക്കിയേ, രണ്ട് സ്റ്റേജും സെയിം ആണ്. രണ്ടിലും മൈൽഡ് സ്റ്റേജ് ആണ്. അതുപോലെ തന്നെ രണ്ടും സെയിം ടൈപ്പ് ഗ്ലൂക്കോമയാണ്. അതുപോലെ ലെഫ്റ്റ് ഐയിലും അഫക്റ്റ് ആയിട്ടുണ്ട്, റൈറ്റ് ഐയിലും അഫക്റ്റ് ആയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ബൈലാറ്ററൽ ഗ്ലൂക്കോമ എന്ന് പറയുന്നത്. സോ രണ്ടിലും അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, രണ്ടിലും സെയിം ടൈപ്പ് ഗ്ലൂക്കോമയാണ്, അതുപോലെ തന്നെ സെയിം സ്റ്റേജ് ആണ്. ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ പിഗ്മെന്ററി ഗ്ലൂക്കോമ ബൈലാറ്ററൽ, ഇവിടെ പിഗ്മെന്ററി ഗ്ലൂക്കോമയാണ് രണ്ടിലും കൊടുത്തതുകൊണ്ട് പിഗ്മെന്ററി ഗ്ലൂക്കോമയിൽ ബൈലാറ്ററൽ ആയിരിക്കും നമ്മൾ കോഡ് ചെയ്യുന്നത്. അപ്പൊ നോക്കിയ ടെക്സ്റ്റ് എടുത്ത് പിഗ്മെന്ററി ഗ്ലൂക്കോമ ബൈലാറ്ററൽ ഏതിലാണ് കൊടുത്തിട്ടുള്ളതെന്ന് H40.133 ആണ് പിഗ്മെന്ററി ഗ്ലൂക്കോമ ബൈലാറ്ററലിന്റെ കോഡ്. ദെൻ ഇവിടെ മൈൽഡ് സ്റ്റേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, അപ്പൊ മൈൽഡ് സ്റ്റേജ് 1. സോ ഇങ്ങനെയാണ് നമ്മൾ കോഡ് എടുക്കുന്നത്. ഇനി രണ്ടാമത്തെ ഗൈഡ് ലൈൻ നോക്കാം. അതായത് ബൈലാറ്ററൽ ഗ്ലൂക്കോമ വിത്ത് സെയിം ടൈപ്പ് ബട്ട് ഡിഫറെന്റ് സ്റ്റേജ്. നമുക്ക് എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ലെഫ്റ്റ് ഐ പിഗ്മെന്ററി ഗ്ലൂക്കോമ മോഡറേറ്റ് സ്റ്റേജ് ആണ്. അതുപോലെ തന്നെ റൈറ്റ് ഐ പിഗ്മെന്ററി ഗ്ലൂക്കോമ മൈൽഡ് സ്റ്റേജ് ആണ്. ഇവിടെ നോക്കിയാൽ രണ്ടും സെയിം ടൈപ്പ് ഗ്ലൂക്കോമയാണ് വന്നിട്ടുള്ളത്, പക്ഷേ രണ്ടിൻ്റെ സ്റ്റേജ് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ലെഫ്റ്റ് ഐക്ക് മോഡറേറ്റ് സ്റ്റേജ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ റൈറ്റ് ഐക്ക് മൈൽഡ് സ്റ്റേജ് ആണ് വന്നിട്ടുള്ളത്. സോ സെയിം ടൈപ്പും ഡിഫറെൻ്റ് സ്റ്റേജും വരുമ്പോൾ നമ്മൾ ഇതിൽ ഏതാണോ സിവിയർ അല്ലെങ്കിൽ ഹൈ ആയിട്ടുള്ള സ്റ്റേജ് അതായിരിക്കും ആദ്യം കോഡ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് മറ്റേ കോഡ് സെപ്പറേറ്റ് ആയിട്ട് കോഡ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കുമ്പം ഏതാണ് സിവിയർ ആയിട്ടുള്ളത്, മൈൽഡ് സ്റ്റേജും മോഡറേറ്റ് സ്റ്റേജും വെച്ച് നോക്കുമ്പോൾ മോഡറേറ്റ് സ്റ്റേജ് ആയിരിക്കും അല്ലേ സിവിയർ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കോഡ് ചെയ്യുന്നത് ലെഫ്റ്റ് ഐ പിഗ്മെന്ററി ഗ്ലൂക്കോമ മോഡറേറ്റ് സ്റ്റേജ് ആയിരിക്കും ആദ്യം കോഡ് ചെയ്യുന്നത്. അപ്പം
പിഗ്മെന്ററി ഗ്ലൂക്കോമയിൽ ലെഫ്റ്റ് ഐയുടെ കോഡ് നോക്കിയേ. പിഗ്മെന്ററി ഗ്ലൂക്കോമ ലെഫ്റ്റ് ഐയുടെ കോഡ് വരുന്നത് H40.132. അതാണ് ലെഫ്റ്റ് ഐ പിഗ്മെന്ററി ഗ്ലൂക്കോമയുടെ കോഡ്. ദെൻ ഇവിടെ മോഡറേറ്റ് സ്റ്റേജ് ആണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പം മോഡറേറ്റ് സ്റ്റേജ് വരുന്നത് 2 ആണ്. മോഡറേറ്റ് സ്റ്റേജ് 2 ആണ് വരുന്നത്. സോ ഇതാണ് നമ്മൾ ആദ്യം കോഡ് ചെയ്യുന്നത്. ദെൻ പിന്നീടാണ് നമ്മൾ റൈറ്റ് ഐ പിഗ്മെന്ററി ഗ്ലൂക്കോമ മൈൽഡ് സ്റ്റേജ് കോഡ് ചെയ്യുന്നത്. അപ്പൊ പിഗ്മെന്ററി ഗ്ലൂക്കോമ റൈറ്റ് ഐ നോക്കിയേ. പിഗ്മെന്ററി ഗ്ലൂക്കോമ റൈറ്റ് ഐ കോഡ് വരുന്നത് H40.131 ആണ്. അതുപോലെ അത് മൈൽഡ് സ്റ്റേജ് ആയതുകൊണ്ട് മൈൽഡ് സ്റ്റേജിന്റെ 1 കോഡ് ഇട്ട് കൊടുക്കും. സോ ഇങ്ങനെയാണ് രണ്ടാമത്തെ ഗൈഡ് ലൈനിൽ കോഡ് കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ സെയിം ടൈപ്പും ഡിഫറെന്റ് സ്റ്റേജും ആണ് വന്നിട്ടുള്ളത്. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ സിവിയർ ആയിട്ടുള്ള സ്റ്റേജ് ആയിരിക്കും കോഡ് ചെയ്യുന്നത്. ഇവിടെ സിവിയർ ആയിട്ട് വന്നത് മോഡറേറ്റ് സ്റ്റേജ്, ലെഫ്റ്റ് സൈഡ് മോഡറേറ്റ് സ്റ്റേജ് ആണ് സിവിയർ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ കോഡായിട്ടുള്ള H40.132 കോഡ് ചെയ്തു. അത് കഴിഞ്ഞ് കോമ ഇട്ടിട്ട് റൈറ്റ് ഐ പിഗ്മെന്ററി ഗ്ലൂക്കോമ വിത്ത് മൈൽഡ് സ്റ്റേജ് കോഡ് ചെയ്തു. ഇനി നമ്മൾ നോക്കുന്ന മൂന്നാമത്തെ ഗൈഡ് ലൈൻ, അതായത് ബൈലാറ്ററൽ ഗ്ലൂക്കോമ വിത്ത് ഡിഫറെന്റ് ടൈപ്പ് ബട്ട് സെയിം സ്റ്റേജ്. അതായത് ഡിഫറെന്റ് ടൈപ്പ് ആയിരിക്കും, പക്ഷെ സ്റ്റേജ് രണ്ടിന്റെയും സെയിം ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്ക്. ലെഫ്റ്റ് ഐ പിഗ്മെന്ററി ഗ്ലൂക്കോമ വിത്ത് മൈൽഡ് സ്റ്റേജ് ആൻഡ് റൈറ്റ് ഐ ലോ ടെൻഷൻ ഗ്ലൂക്കോമ വിത്ത് മൈൽഡ് സ്റ്റേജ്. ഇവിടെ രണ്ടിന്റെയും സ്റ്റേജ് സെയിം ആണ്, പക്ഷെ രണ്ടിന്റെയും ടൈപ്പ് ഡിഫറെന്റ് ആണ്. ലെഫ്റ്റ് ഐക്ക് പിഗ്മെന്ററി ഗ്ലൂക്കോമയാണെങ്കിൽ റൈറ്റ് ഐക്ക് ലോ ടെൻഷൻ ഗ്ലൂക്കോമയാണ് വരുന്നത്. സോ ഇങ്ങനെ വരുന്ന കേസിൽ ഇവിടെ തന്ന ഓർഡറിൽ കോഡ് സെപ്പറേറ്റ്ലി കോഡ് ചെയ്താൽ മതി. കാരണം ഇവിടെ സ്റ്റേജും ഡിഫറെന്റ് ടൈപ്പും ആയതുകൊണ്ട്. സോ നമ്മൾ എങ്ങനെയായിരിക്കും കോഡ് ചെയ്യുന്നത്? ആദ്യം ലെഫ്റ്റ് ഐ പിഗ്മെന്ററി ഗ്ലൂക്കോമയുടെ മൈൽഡ് സ്റ്റേജ് കോഡ് ചെയ്യും. അതായത് H40.132 മൈൽഡ് സ്റ്റേജ് ആയതുകൊണ്ട് 1. ദെൻ റൈറ്റ് ഐയുടെ ലോ ടെൻഷൻ ഗ്ലൂക്കോമ മൈൽഡ് സ്റ്റേജ് കോഡ് ചെയ്യും. അതായത് H40.12 മൈൽഡ് സ്റ്റേജ് 1. ഇങ്ങനെയാണ് നമ്മൾ കോഡ് ചെയ്യുന്നത്. സോ ഡിഫറെന്റ് ടൈപ്പും സെയിം സ്റ്റേജ് വരുന്ന കേസിൽ തന്ന ഓർഡറിൽ സെപ്പറേറ്റ് ആയിട്ട് കോഡ് ചെയ്താൽ മതി. സോ ലെഫ്റ്റ് ഐ പിഗ്മെന്ററി ഗ്ലൂക്കോമ മൈൽഡ് സ്റ്റേജിന്റെ കോഡായിട്ടുള്ള H40.132 മൈൽഡ് സ്റ്റേജ് 1. ദെൻ റൈറ്റ് ലോ ടെൻഷൻ ഗ്ലൂക്കോമയുടെ കോഡായിട്ടുള്ള H40.121 ദെൻ മൈൽഡ് സ്റ്റേജ് 1. ഇതാണ് മൂന്നാമത്തെ ഗൈഡ് ലൈനിൽ പറയുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ഗൈഡ് ലൈൻ നോക്കാം. അതായത് പേഷ്യന്റ് അഡ്മിറ്റഡ് വിത്ത് ഗ്ലൂക്കോമ ആൻഡ് സ്റ്റേജ് ഇവോൾവ്സ് ഡ്യൂറിംഗ് ദ അഡ്മിഷൻ. അസൈൻ കോഡ് ഫോർ ദ ഹൈസ്റ്റ് സ്റ്റേജ്. അതായത് ഇപ്പം ഗ്ലൂക്കോമ ആയിട്ട് ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയ സമയത്ത് അയാൾക്ക് ഒരു സ്റ്റേജ് ആയിരുന്നു, പിന്നീട് ആ സ്റ്റേജിൽ നിന്ന് വേറൊരു സ്റ്റേജിലോട്ട് മാറി. സോ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ പേഷ്യന്റ് വന്നപ്പോൾ അയാൾക്ക് മൈൽഡ് സ്റ്റേജ് ആയിരുന്നു, പിന്നെ അത് മോഡറേറ്റ് സ്റ്റേജ് ആയിട്ട് മാറി. സോ ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എപ്പോഴും ഹയസ്റ്റ് സ്റ്റേജ് ആയിരിക്കും കോഡ് ചെയ്യുന്നത്. ഇവിടെ മൈൽഡും മോഡറേറ്റും വെച്ച് നോക്കുമ്പോൾ ഹയസ്റ്റ് ആയിട്ടുള്ളത് മോഡറേറ്റ് സ്റ്റേജ് ആണ്. ഇപ്പൊ നമ്മൾ മോഡറേറ്റ് സ്റ്റേജ് ആയിരിക്കും കോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു പേഷ്യന്റ് മോഡറേറ്റ് സ്റ്റേജിലായിരുന്നു അഡ്മിറ്റ് ആയപ്പോൾ ദെൻ മൈൽഡ് സ്റ്റേജിലോട്ട് പോയി. അങ്ങനെ വരുന്ന കേസിലും അഡ്മിറ്റ് ചെയ്തപ്പോൾ ഏതായിരുന്നു ഹയസ്റ്റ്? മോഡറേറ്റ്. അപ്പം മോഡറേറ്റ് ആണ് നമ്മൾ കോഡ് ചെയ്യുന്നത്. സോ പേഷ്യന്റ് വന്നപ്പോൾ അയാൾക്ക് മൈൽഡ് സ്റ്റേജ് ആയിരുന്നു, ദെൻ മോഡറേറ്റ് സ്റ്റേജിലോട്ട് അത് മാറി. സോ ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഹയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേജ് മോഡറേറ്റ് സ്റ്റേജ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കോഡ് ചെയ്യുന്നത് എപ്പോഴും ഹയസ്റ്റ് സ്റ്റേജ് ആയിരിക്കും. അതുപോലെ ഇപ്പോൾ പേഷ്യന്റ് വന്നപ്പോൾ മോഡറേറ്റ് സ്റ്റേജ് ആയിരുന്നു ആദ്യം, ദെൻ മൈൽഡിലോട്ട് പോയി. എങ്കിലും നമ്മൾ ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഹയസ്റ്റ് സ്റ്റേജ് എപ്പോഴും മോഡറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മോഡറേറ്റ് ആയിട്ടുള്ള ഹയസ്റ്റ് സ്റ്റേജ് ആയിരിക്കും
കോഡ് ചെയ്യുന്നത്. ഇതാണ് നാലാമത്തെ ഗൈഡ് ലൈനിൽ പറയുന്നത്.